بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സഹോദര സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നെടുക്കുന്നത് 73-ാമത്തെ വീഡിയോ സൂറത്ത് മറിയം ആണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. സൂറത്ത് മറിയം എന്ന് ഇതിന് പേര് വെക്കാൻ തന്നെ കാരണം മറിയം റളിയല്ലാഹു അൻഹക്ക് പിതാവില്ലാതെ ഒരു കുട്ടി ജനിക്കുകയും അഥവാ ഈസ നബി അലൈഹിസ്സലാം ആ കുട്ടി അതായത് ഈസ നബി അലൈഹിസ്സലാമിൻ്റെ തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിൽ സംസാരിക്കുകയും ചെയ്ത ആ മഹാ അത്ഭുതത്തെ സംബന്ധിച്ച് അതിന് ശാശ്വതമായ ഒരു ഖ്യാതി ഉണ്ടാവണം, നിലനിൽപ്പുണ്ടാവണം എന്നുള്ള നിലയിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാവുന്ന രീതിയിൽ ആണ് ഇതിന് പേര് വെച്ചത് സൂറത്ത് മറിയം എന്ന്. ഇതിൽ വിവരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു സംക്ഷിപ്ത രൂപം ഞാൻ പറയാം. ഈ സൂറത്ത് മക്കയിൽ അവതരിച്ച സൂറത്താണ്. ഇതിൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിവരിക്കുന്നുണ്ട്, ഏതാനും പ്രവാചകന്മാരുടെ. അതിൽ വെച്ച് ആദ്യം വിവരിക്കുന്നത് സക്കരിയ നബിയുടെയും യഹ്യാ നബിയുടെയും ചരിത്രമാണ്. സക്കരിയ നബിയുടെയും യഹ്യാ നബിയുടെയും ചരിത്രത്തിന് ശേഷമായിട്ട് ഈ മറിയം റളിയല്ലാഹു അൻഹ പിതാവില്ലാതെ കുട്ടിയെ പ്രസവിക്കുന്നതും പിന്നെ ആ കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിക്കുന്നതുമാണ്. അത് അള്ളാഹുവിൻ്റെ അപാരമായ ഒരു കുദറത്താണ്. പിന്നെ ഇബ്രാഹിം നബി, ഇസ്ഹാഖ്, യാക്കൂബ്, മൂസ, ഹാറൂൻ, ഇസ്മായിൽ, ഇദ്രീസ്, നൂഹ് എന്നീ പ്രവാചകന്മാരുടെ ചരിത്രവും വിവരിക്കുന്നുണ്ട്. കൂടാതെ ഖിയാമത്ത് നാളിൻ്റെ ഭീകരതയും സംഭവവികാസങ്ങളും ഇതിൽ ചർച്ച ചെയ്യപ്പെടും. മറ്റ് 29 സൂറത്തുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ സൂറത്തും തുടങ്ങുന്നത് ഹുറൂഫ് മുഖത്തായത്ത് കൊണ്ടാണ്. അതായത് കാഫ് ഹാ യാ ഐൻ സാദ് ഇതൊരായത്താണ്. ഈ ആയത്ത് കൊണ്ടാണ് മറിയം സൂറത്തിൻ്റെ തുടക്കം. മറ്റ് 29 ആയത്തുകളിൽ പറഞ്ഞ ഹുറൂഫ് മുഖത്തായത്തിനും വ്യക്തമായ ഒരു അർത്ഥം മുഫസ്സിറുകളും പറഞ്ഞിട്ടില്ല, ആരും തന്നെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ആയത്തിനും അള്ളാഹുവിന് മാത്രമേ ഇതിൻ്റെ അർത്ഥം അറിയൂ എന്ന നിലയിൽ നമ്മളും ആ ആയത്ത് ഓതി രണ്ടാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ഒന്നാമത്തെ ആയത്ത്. ഇതിൻ്റെ അർത്ഥം അള്ളാഹുവിന് മാത്രമേ അറിയൂ. തന്നെയല്ല, ഈ ആയത്ത് ഖുർആന്റെ അമാനുഷികതയെ എടുത്തു പറയാവുന്ന ഒരു കാര്യമായിട്ട് ഇത് ഈ ഹുറൂഫ് മുഖത്തായത്ത് സൂചിപ്പിക്കുന്നു. ഖുർആൻ മനുഷ്യനിർമ്മിതമല്ല എന്നുള്ളതിന് തെളിവായിട്ട് ഈ ഹുറൂഫ് മുഖത്തായത്ത് എടുത്തു പറയാം. രണ്ടാമത്തെ ആയത്ത് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. സക്കരിയ നബി അലൈഹിസ്സലാമിന് അള്ളാഹു ചെയ്ത നിഅമത്തുകളെ പറ്റിയുള്ള ഒരു വിവരണമാണിത് എന്നാണ് അതിൻ്റെ മീനിങ്. ദിക്ർ എന്ന് പറഞ്ഞാൽ വിവരണം, പ്രസ്താവന, ഓർക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം. റബ്ബിക്ക നിന്റെ നാഥൻ്റെ അനുഗ്രഹം. അബ്ദഹു, അബ്ദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമ. സക്കരിയ അലൈഹിസ്സലാം. അപ്പോൾ മൊത്തം മീനിങ് എന്തായി? അർത്ഥം
അള്ളാഹുവിൻ്റെ അടിമയായ സക്കരിയ നബി അലൈഹിസ്സലാമിന് അള്ളാഹു ചെയ്ത നിഅമത്തുകളുടെ ഒരു വിവരണമാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് ഇത് എന്നർത്ഥമായി. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ. ഇദ് നാദാ റബ്ബഹു, സക്കരിയ നബി വിളിച്ചു പ്രാർത്ഥിച്ച സമയത്ത്, റബ്ബഹു അദ്ദേഹത്തിന്റെ രക്ഷിതാവിന്, നിദാഅൻ ഖഫിയ്യ വളരെ പതുക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു. സക്കരിയ നബി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതാണ് സന്ദർഭം. ഈ ദുആ ചെയ്യുന്നത് വളരെ ശബ്ദം കുറഞ്ഞ വിധത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുക. ഹീന നാജാ റബ്ബഹു വദആ ബിസൗത്തിൻ ഖഫിയ്യിൻ ലാ യകാദു യസ്മഉ, മറ്റാരും കേൾക്കാത്ത വിധത്തിൽ വളരെ പതുക്കെയാണ് അദ്ദേഹം ദുആ ചെയ്തത്. ഇവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇങ്ങനെ പതുക്കെ ദുആ ചെയ്യാൻ കാരണം അത് അള്ളാഹുവിന് മാത്രമായിട്ട്, അള്ളാഹു മാത്രം കേൾക്കാവുന്ന വിധത്തിൽ, അള്ളാഹുവിനെ എങ്ങനെ പറഞ്ഞാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും. അപ്പൊ അള്ളാഹുവിനോട് ഇഖ്ലാസ് കൂടുതൽ ഉണ്ടാവാനും ലോകമാന്യത്തിൽ നിന്ന് ഒഴിവാവാനും സഹായിക്കും ഇങ്ങനെ ശബ്ദം കുറച്ച് ദുആ ചെയ്യലെന്ന്. അതിനൊരു 2-3 ആയത്തുകൾ ഖുർആനിലുള്ളത് ഞാൻ ഇവിടെ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നു. അഅറാഫ് സൂറത്തിൽ നിന്നുള്ള 55-ാമത്തെ ആയത്താണ് ആദ്യം പറയുന്നത്. ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. ഉദ്ഉ റബ്ബക്കും, നിങ്ങൾ പ്രാർത്ഥിക്കണം, റബ്ബക്കും നിങ്ങളുടെ രക്ഷിതാവിനോട്, അള്ളാഹുവിനോട്, തദർറുഅൻ വിനയത്തോടെയും വഖുഫിയത്തൻ വളരെ പതുക്കെയും, ഇന്നഹു തീർച്ചയായും ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അല്ലാഹു അതിര് ലംഘിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. ഇത് അഅറാഫ് സൂറത്തിലെ 55-ാമത്തെ ആയത്ത്. ഇനി അഅറാഫ് സൂറത്തിൽ തന്നെയുള്ള 205-ാമത്തെ ആയത്ത്, വദ്കുർ റബ്ബക ഫീ നഫ്സിക തദർറുഅൻ വഖീഫ വദൂനൽ ജഹ്രി മിനൽ ഖൗലി ബിൽ ഗുദുവ്വി വൽ ആസ്വാൽ വലാ തകുൻ മിനൽ ഗാഫിലീൻ. വദ്കുർ റബ്ബക, നിന്റെ റബ്ബിനെ നീ സ്മരിക്കുക, ഫീ നഫ്സിക, നിന്റെ നഫ്സിൽ, നിന്റെ മനസ്സിൽ റബ്ബിനെ സ്മരിക്കുക, തദർറുഅൻ വിനയത്തോടെയും ഖീഫത്തൻ ഭയത്തോടുകൂടിയും, വദൂനൽ ജഹരി മിനൽ ഖൗലി വാക്കുകൾ ഉച്ചത്തിലാക്കാതെയും. അവിടെ പതുക്കെ വേണമെന്നാണ് ദുആ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ദുആ ചെയ്യുന്നതൊക്കെ വളരെ ശബ്ദമുയർത്തിയിട്ടാണെങ്കിൽ അത് കുറക്കലാണ് നല്ലത് എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും. കൂട്ടമായുള്ള പ്രാർത്ഥനയായാലും അല്ലാത്ത പ്രാർത്ഥനയായാലും ശബ്ദം വളരെ കുറയ്ക്കുക, അത് നല്ലതാണെന്നാണ് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ദൂനൽ ജഹരി മിനൽ ഖൗലി വാക്കുകൾ ഉച്ചത്തിലാക്കാതെ, ബിൽ ഗുദുവ്വി വൽ ആസാൽ രാവിലെയും വൈകുന്നേരവും, വലാ തകുൻ മിനൽ ഗാഫിലീൻ, നീ അശ്രദ്ധയിൽ പെട്ടുപോകരുത്, ശ്രദ്ധയുള്ളവരിൽ പെട്ടുപോകരുത്. പിന്നെ ഇസ്രാ സൂറത്തിൽ ഒരായത്തുണ്ട്, 110-ാമത്തത്, വലാ തജ്ഹർ ബിസ്വലാത്തിക വലാ തുഖാഫിത് ബിഹാ വബ്തഗി ബൈന ദാലിക സബീല. വലാ തുഖാഫിത് ബിസ്വലാത്തിക, നിന്റെ വലാ തജ്ഹർ ബിസ്വലാത്തിക, നിന്റെ ദുആയെ നീ ഉച്ചത്തിലാക്കരുത്, വലാ തുഖാഫിത് ബിഹ, അതിനെ പതുക്കെയുമാക്കരുത്, വബ്തഗി ബൈന ദാലിക സബീല, ഇത് രണ്ടിൻ്റെയും ഇടക്ക് നീ ഒരു മധ്യമായ ഒരു നിലപാട് സ്വീകരിക്കുക. ഇങ്ങനെ 3 ആയത്തുകൾ ഈ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ, സക്കരിയ നബി അലൈഹിസ്സലാമിന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് വളരെ രഹസ്യമായിട്ടും പതുക്കെ ശബ്ദത്തിലും മറ്റാർക്കും കേൾക്കാൻ കഴിയാത്ത വിധത്തിലുമാണ് പ്രാർത്ഥിച്ചത് എന്നുള്ളതിന് ഫലമായിട്ടാണ് ഈ 3 ആയത്ത് ഞാനിവിടെ ഉദ്ധരിച്ചത്. 3-ാമത്തെ ആയത്ത് ഈ ദുആയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഖാല,
قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. കാല ജക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, പ്രാർത്ഥിച്ചു എന്തെന്ന്? റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇന്നീ തീർച്ചയായും ഞാൻ വഹനല്ലാതും മിന്നി, എൻ്റെ എല്ലുകൾ ബലഹീനമായി പോയി. വഹന എന്ന് പറഞ്ഞാൽ ബലഹീനമായി, അൽ അലുമു എല്ല്, വഷ്തല പ്രക്ഷോഭിതമായി, അറൽസു തല, ഷൈബൻ നിരയാൽ, നിര ബാധിച്ചിട്ട് വെളുത്ത മുടികൾ, കറുത്ത മുടികളെല്ലാം വെളുത്ത് തല ആകമാനം നിര ബാധിച്ചാൽ ഉണ്ടാകുന്ന ആ ഒരു നിലപാട്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം. അത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അതിനെ പ്രയോഗിച്ചത് ഇങ്ങനെ, വസ്താരസു തല പ്രക്ഷോഭിതമായി ശൈബൻ നിരയാൽ. അപ്പോൾ തലയിൽ ആകമാനം നിര വ്യാപിച്ചിരിക്കുന്നു എന്നർത്ഥം. വലം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇത് പിന്നെ ജക്കരിയ നബിക്ക് പ്രായം എത്രയാണ്? 120 വയസ്സാണ്. അപ്പോൾ 120 വയസ്സിൽ എല്ലുകൾക്ക് ബലഹീനത വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ അത് പെട്ടെന്ന് പ്രകടമാകുന്ന വിധത്തിലാണ് നിര വന്നിട്ടുള്ളത് തലയിൽ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വലം അക്കും, ഞാൻ ആയിട്ടില്ല ബിദുആയിക, നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ ഷഖിയ, റബ്ബി എൻ്റെ രക്ഷിതാവേ, ഷഖിയ, പരാജിതനായിട്ടില്ല. ഞാൻ എപ്പോൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാലും എനിക്ക് അനുകൂലമായ മറുപടി കിട്ടിയിട്ടേ ഉള്ളൂ. ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതിലും എനിക്ക് അനുയോജ്യമായ മറുപടി കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് അദ്ദേഹം പറയുന്നത്. قال ربي إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. പിന്നെ അടുത്ത 5-ാമത്തെ ആയത്തിൽ ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ ഫഹബ് ലി മിൻ ലദുൻക വലിയ യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റളിയ. ഇന്നി, തീർച്ചയായും ഞാൻ ക്രിസ്തു ഭയപ്പെടുന്നു, അൽ മവാലിയ, എൻ്റെ പിതൃ സഹോദര സന്താനങ്ങളെയും മറ്റുള്ള കുടുംബക്കാരെയും, മിൻ വറായി, എൻ്റെ മരണശേഷം, വക്കാനത്തിൻ്റെ, അപ്പോൾ അവരെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവർക്കുള്ള സമ്പത്ത് നശിപ്പിക്കും, ആ കാര്യത്തിലല്ല ഭയം. പ്രവാചകന്മാരാണ്, സമ്പത്ത് നശിപ്പിക്കും എന്നുള്ള ഭയമല്ല. ഇൽമും നുബുവത്തും നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പേടിക്കുന്ന എന്തിനാ? അവര് ശരീഅത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക, അങ്ങനെ ഈ ഇൽമിൻ്റെയും നുബുവത്തിൻ്റെയും നിലനിൽപ്പ് അലങ്കോലപ്പെടുത്തുക. ഇതിന് കാരണമായി തീരും അവര്. എനിക്കാണെങ്കിൽ വേറൊരു കുട്ടികളില്ല, അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ. കുട്ടികളില്ല എന്ന് മാത്രമല്ല, എനിക്ക് എൻ്റെ ഭാര്യ പ്രസവിക്കാത്ത സ്ത്രീയാണ്. അതുകൊണ്ട് എനിക്കൊരു കുട്ടിനെ തരണം എന്നാ പറയുന്നത്. അപ്പോൾ ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ, എൻ്റെ മരണശേഷം എൻ്റെ കുടുംബാദികളും പിതൃവ്യ സഹോദര സന്താനങ്ങളും കുടുംബാദികളും എൻ്റെ മരണശേഷം അവരെ ഞാൻ ഭയപ്പെടുകയാണ്. അവര് ശരീഅത്തൊക്കെ അലങ്കോലപ്പെടുത്തും എന്നുള്ളതാണ് ഭയപ്പെടുന്നത്. ഇൽമുൻ നുബുവത്തും അനുസരിച്ച് ജീവിക്കേണ്ട മനുഷ്യര് അതെല്ലാം അലങ്കോലപ്പെടുത്താം. വക്കാനത്തിൻ്റെ, എൻ്റെ ഭാര്യ ആഖിറൻ, പ്രസവിക്കാത്ത സ്ത്രീയാണ്. ഫഹബിലി, ആയതുകൊണ്ട് എനിക്ക് നീ തരണമേ, നിന്റെ പക്കൽ നിന്ന് വലിയ എന്നൊരു അവകാശിയെ തരണമേ. യരിസുനി, അവകാശി, അനന്തരമെടുക്കും. എന്നെ അനന്തരമെടുക്കാവുന്ന അവകാശി. മിന്നാലി യാക്കൂബ, യാക്കൂബിന്റെ കുടുംബത്തിൽ നിന്നും അനന്തരമെടുക്കാവുന്ന ഒരു അവകാശിയാവും. അപ്പൊ എൻ്റെ അനന്തരാവകാശി, യാക്കൂബിന്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു അനന്തരാവകാശി
ഒക്കെ ആവാൻ പറ്റുന്ന നിലക്കുള്ള ഒരു കുട്ടിയെ തരണം. വജാൽഹു, മാത്രമല്ല അവനെ നീ ആക്കണം റബ്ബി, എൻ്റെ രക്ഷിതാവേ, റളിയ്യാൻ, എല്ലാവരാലും തൃപ്തിപ്പെട്ട ഒരു സന്താനമാക്കി മാറ്റുകയും ചെയ്യണം. ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനോട് അനുയോജ്യമായ 2-3 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ 74ാമത്തെ വീഡിയോ ആയിട്ട് ആല ഇംറാനിൽ നിന്നുള്ള 2-3 ആയത്തുകളാണ്. അത് ഇതിനോട് അനുയോജ്യമായ ആയത്തുകളാണ്. അത് ഈ സന്ദർഭത്തിൽ വിവരിക്കൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് 74ാമത്തെ വീഡിയോയിൽ ആ വിഷയം വിവരിക്കും. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ വീഡിയോകളും നിഷ്പ്രയാസം ലഭ്യമാവും എന്ന് സാധാരണത്തെ പോലെ പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.